ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിവ് പോലെ PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിന് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഈ ഒരു സെഗ്മെന്റിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഏകദേശം 11 വീഡിയോസ് വരെ നമ്മൾ PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. മാക്സിമം എന്ത് ചെയ്യുന്നതാണ്, പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗവൺമെന്റ് ബൈ ദ വെൽത്തി പീപ്പിൾ. വെൽത്തി പീപ്പിൾ എന്ന് പറയുമ്പോൾ കാശുള്ള ആൾക്കാരുണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റിനെ എന്ത് വിളിക്കും? എ ഗവൺമെന്റ് ബൈ ദ വെൽത്തി പീപ്പിൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലൂട്ടോക്രസി ആണ്. പ്ലൂട്ടോക്രസി. ഹി ഈസ് ഡിസൈറസ് ഡാഷ് വിസിറ്റിംഗ് ഡൽഹി. ഓക്കെ, എന്താണ്? ഈസ് ഡിസൈറസ് ഡാഷ് വിസിറ്റിംഗ് ഡൽഹി. എന്ത് പറയും? ആൻസർ ഡിസൈറസിന് ശേഷം ചേർക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഓഫ് ആണ് വരുന്നത്. ഹി ഈസ് ഡിസൈറസ് ഓഫ് വിസിറ്റിംഗ് ഡൽഹി. She told us that she delayed for the party. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് സ്പീച്ചാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടോൾഡ് ആണ് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാസ്റ്റ് ഫോമിലായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഏത് ഓപ്ഷൻ എടുക്കും? പാസ്റ്റ് ഫോമിലുള്ളത് ഏത് ഓപ്ഷനേ ഉള്ളൂ? ആൻസർ ഓപ്ഷൻ സി ആണ്, വുഡ് ബി വരും. വുഡ് ബി വരും. She told us that she would be later for the party. The plural form of crisis. ക്രൈസിസിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? സിമ്പിൾ ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ക്രൈസസ് ആണ്. ക്രൈസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വേർഡ് ഫോർ വേർഡ്. അതായത് ഒരു വാക്കിന് പകരമായ മറ്റൊരു വാക്ക്. വേർഡ് ഫോർ വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വെർബാറ്റിം ആണ്, അല്ലെങ്കിൽ വെർബാറ്റിം ആണ്. എന്ത്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വേർഡ് ഫോർ വേർഡ്. Next question, there is dash water in the glass, it is empty. There is dash water. അപ്പോൾ വാട്ടർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അൺകൗണ്ടബിൾ ആണ്. സോ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, ലിറ്റിൽ ആണ് വരുന്നത്. there is little water in the glass dash it is empty. അതിനകത്ത് എംറ്റി ആണ്, വെള്ളം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ലിറ്റിൽ യൂസ് ചെയ്യുന്നു. Next question, what is the active form of the criminal was arrested by the police? എന്താണ് തന്നിരിക്കുന്നത്? ഏതാണ്? പാസീവ് വോയിസ് ആണ്. അപ്പോൾ ഇതിന്റെ ആക്റ്റീവ് വോയിസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വാസ് അറസ്റ്റഡ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ഫോമിലുള്ളതാണ്. സോ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ദ പോലീസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ പോലീസ് വാസ് അറസ്റ്റഡ് എന്തായിട്ട് മാറും? അറസ്റ്റഡ് ആയിട്ട് മാറും. അറസ്റ്റഡ് ദ ക്രിമിനൽ. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് ഡാഷ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. ലെറ്റ്സ് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ എപ്പോഴും ലെറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, ഷാൾ വി ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് ട്രാവൽസ് ഡാഷ് ദാൻ സൗണ്ട്. ലൈറ്റ് ട്രാവൽസ് ഡാഷ് ദാൻ സൗണ്ട്. എന്താണ്? ദാൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് വന്നിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫാസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. സോ ലൈറ്റ് ട്രാവൽസ് ദാൻ സൗണ്ട്. ട്രാവൽസ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതിനാണ്? ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സ്പെല്ലിംഗ് വേറെ എഴുതി നോക്കുക, എന്നിട്ട് ഓപ്ഷനുമായിട്ട് ഒത്തു നോക്കുക. അപ്പോൾ ഏതാണ് ആൻസർ കറക്റ്റ് കിട്ടിയത്? അതാണ് നമ്മുടെ ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്പർച്യൂണിറ്റി ആണ്. OPPORTUNITY ആണ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ്, ദ ഫ്രൈസ് വെർബ് പാസ് ഔട്ട് മീൻസ് വാട്ട്? പാസ് ഔട്ട് എന്ന വെർബിന്റെ മീനിങ് എന്താണ്?
എന്താണ് പാസ് ഔട്ടിന്റെ മീനിങ്? പാസ് ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, സക്സീഡ് ആവുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്നാണ് പാസ് ഔട്ടിന്റെ മീനിങ്. രാജു ക്വിക്ലി ഡാഷ് ടു ദ ന്യൂ സിറ്റുവേഷൻ. പുതിയൊരു സിറ്റുവേഷനുമായിട്ട് രാജു പെട്ടെന്ന് പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഏതെടുക്കും നമ്മള്? പൊരുത്തപ്പെടുക. ന്യൂ സിറ്റുവേഷൻ അഡാപ്റ്റഡ് ആണ്. പൊരുത്തപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ അഡാപ്റ്റഡ് ആണ് എടുക്കുന്നത്. രാജു ക്വിക്ലി അഡാപ്റ്റഡ് ടു ദ ന്യൂ സിറ്റുവേഷൻ. അഡോപ്റ്റ് നമുക്കറിയാം, ഓപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുക. അഡപ്റ്റ് എന്നാൽ എക്സ്പെർട്ട് എന്നാണ് അർത്ഥം. അപ്പൊ അഡാപ്റ്റഡ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെയ്തർ റഹീം നോർ രാഹുൽ ഡാഷ് അവൈലബിൾ. റഹീമും രാഹുലും ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ നെയ്തർ നോർ വന്നു കഴിഞ്ഞു. സോ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. സിംഗുലർ, രണ്ടും സിംഗുലർ ആണ്. സോ നമ്മളിവിടെ എന്ത് ചേർക്കും? സിംഗുലർ ആണ് ചേർക്കുന്നത്. അപ്പൊ എന്ത് വരും ആൻസർ? ആൻസർ ഇവിടെ വരുന്നത് ഈസ് ആണ് വരുന്നത്. എന്ത്? നെയ്തർ റഹീം നോർ രാഹുൽ ഈസ് അവൈലബിൾ. അപ്പൊ പലർക്കും ഡൗട്ട് വരും, എന്തേ വാസ് വന്നല്ല എന്നുള്ളത്. അപ്പൊ അവൈലബിൾ അല്ലായിരുന്നു എന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാണ്? അവൈലബിൾ അല്ല, നിലവിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ്. സോ നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുകയാണ്. യു സെഡ് ടു മീ ഡു യു പ്ലേ ക്രിക്കറ്റ്. എന്താണ്? യു സെഡ് ടു മീ ഇഫ് യു, അല്ലെ? ഇഫ് യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. പ്ലേ എന്നത് പ്ലേഡ് ആയിട്ട് മാറും. പ്ലേഡ് ക്രിക്കറ്റ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിമൽ ഈറ്റ് ബോത്ത് മീറ്റ് ആൻഡ് വെജിറ്റബിൾസ് ആർ. മീറ്റ്, അനിമൽസ് എന്ത് ചെയ്യുകയാണ്? ഈ മീറ്റും കഴിക്കും വെജിറ്റബിൾസും കഴിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലാം കഴിക്കും. ഓംനിവോറസ് ആണ്, എല്ലാം കഴിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഓംനിവോറസ് എന്ന് വിളിക്കും. നെക്സ്റ്റ്, ദ ഡാഷ് ഓഫ് ആനി ഫ്രാങ്ക് ഈസ് എ ക്ലാസിക് വർക്ക് ദാറ്റ് ഡെപിക്ട്സ് ദ കലോസ്നെസ് ഓഫ് ദ ഹോളോകോസ്റ്റ്. അപ്പോൾ ആനി ഫ്രാങ്കിന്റെ എന്താണ്? ഡയറി ആണ്. ഡയറിയുടെ സ്പെല്ലിംഗ് എന്താണ്? നമ്മൾ ഈ ഡയറിയുടെ സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഡയറി ഫാം ഒക്കെ ഉണ്ട്. അപ്പൊ ഡയറി, നമ്മൾ എഴുതുന്ന ഡയറി എങ്ങനെ തിരിച്ചറിയാം ചോദിച്ചാൽ, നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്, അപ്പൊ എ ആലോചിച്ചിരിക്കുക, ARY ആണ്, അറിയാൻ. അപ്പൊ അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ് ഡയറി. അപ്പോൾ DI, അറിയാൻ എന്നുള്ളതിൽ ARY, ഡയറി. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ്, ഐ നോ യു ഡാഷ്. ഐ നോ യു തന്നിരിക്കുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അതെന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം വരേണ്ടത്. നോയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഡോണ്ട്, ഡു, ഡോണ്ട്, ദെൻ ഡോണ്ട്, ഐ ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് നത്തിങ് ടു ലോസ്. യു ഹാവ് നത്തിങ് ടു ലോസ്. വീണ്ടും വന്നു ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇടാനായിട്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഹാവ് ആണ് ഇവിടുത്തെ വെർബ്. നത്തിങ് വന്നതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വരണം. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാവ് യു. നെക്സ്റ്റ്, ഷീ ഗോസ് ടു ദ മാർക്കറ്റ് ഡാഷ് ഫുട്ട്. എങ്ങനെയാണ് പോകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺ ഫുട്ട്. ഷീ ഗോസ് ടു ദ മാർക്കറ്റ് ഓൺ ഫുട്ട്. ഓൾ ദ ഗിവൺ വേർഡ്സ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും കറക്റ്റ് ആണ്, പക്ഷെ ഒരെണ്ണം മാത്രം തെറ്റാണ്. ഏതാണ്? നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്, ട്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ട്യൂഷന്റെ എന്താണ് സ്പെല്ലിംഗ് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, സ്ഥിരം നമ്മൾ യൂസ് ചെയ്യാറുള്ളതുമാണ്. അടുത്തത്, വൺ വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ്. ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഏതാണ്? കാണുമ്പോൾ തന്നെ ക്ലിയർ ആവും. അതേതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹെമറേജ് ആണ്. എന്താണ് ഹെമറേജിന്റെ സ്പെല്ലിംഗ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹെമറേജ് ആണ്. ഹെമറേജിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാമല്ലോ. HEMOR, RHAGE ആണ് ഏത്? ഹെമറേജിന്റെ സ്പെല്ലിംഗ്. നെക്സ്റ്റ്, ആഡ് ഫ്യൂവൽ ടു ദ ഫയർ മീൻസ് വാട്ട്? എന്താണ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ? എന്താണ്? എരിതീരിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും. അപ്പൊ ആൻസർ എന്താണ്? വേഴ്സൺ ദ സിറ്റുവേഷൻ. സിറ്റുവേഷനെ വീണ്ടും ഒന്നും കൂടി ഒന്ന് വേഴ്സൺ ആക്കുക, വേഴ്സ്റ്റ് ആക്കുക. ദാറ്റ് ഈസ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പീരീഡ് ഓഫ് 1000 ഇയേഴ്സ്. പീരീഡ് ഓഫ് 1000 ഇയേഴ്സ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മില്ലേനിയം ആണ്. MILLENNIUM ആണ് മില്ലേനിയം.
അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈസ് പാസ് അവേ മീൻസ്. പാസ് അവേ എന്നാൽ എന്താണ്? പാസ് അവേ എന്താണ് പാസ് അവേയുടെ മീനിങ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൈ ആണ്, മരിക്കുകയാണ് പാസ് അവേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോയിങ് ആർ ട്രൂ എക്സെപ്റ്റ്. ഗോൾഡൻ ജൂബിലി 15th ആനിവേഴ്സറി ആണ്, ഡയമണ്ട് ജൂബിലി 16th ആനിവേഴ്സറി ആണ്, സഫയർ ജൂബിലി 65th ആനിവേഴ്സറി ആണ്, സിൽക്ക് ജൂബിലി എന്നാണ് 13th ആനിവേഴ്സറി. ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീണ്ടും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് വേണം, കാരണം എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.